ഒരു സമയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റെയിൻബോ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഒരു ടോപ്പിക് എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, "നീ എപ്പോഴാണ് റെയിൻബോ കണ്ടിട്ടുള്ളതെന്ന്?" അപ്പോൾ ആ കുട്ടി പറഞ്ഞു, "മഴ ഉള്ളപ്പോൾ." അപ്പം മഴ ഉള്ളപ്പോൾ മാത്രമാണോ ചോദിച്ചപ്പോൾ, "ഇല്ല, മഴയും വെയിലും കൂടി ഉള്ളപ്പോൾ." അപ്പോൾ ഞാൻ ചോദിച്ചു, വെയിലും മഴയും കൂടി ഉണ്ടാകുമ്പോൾ ആകാശത്ത് എന്തൊക്കെയാണുള്ളത്? വെള്ളത്തുള്ളികളുണ്ട്, സൂര്യൻ്റെ പ്രകാശമുണ്ട്. അപ്പം സൂര്യൻ്റെ പ്രകാശം ഈ വെള്ളത്തുള്ളികളിൽ അടിക്കുന്ന സമയത്താണ് റെയിൻബോ ഉണ്ടാവുന്നതെന്നും അത് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ബെൻഡിങ്ങും ഒക്കെ പിന്നെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഈ ഒരു കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടിക്ക് മനസ്സിലാവാൻ എളുപ്പം. ആ ഒരു ഇന്ററാക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ടൈം ഇപ്പോഴും ആ കുട്ടി ഒരു റെയിൻബോ കാണുമ്പോൾ ചിലപ്പോൾ ഇത് ചിന്തിക്കും അതെ, അല്ലെ, അതിന്റെ ഡെഫിനറ്റ് ആയിട്ടും ഉറപ്പല്ല. ഇപ്പൊ നമുക്ക് അങ്ങനെയാണ് പണ്ട് പഠിപ്പിച്ചു തന്നിരുന്നത് നമ്മളും ചിന്തിക്കൂലേ. വെറും അതിന്റെ പിന്നിലുള്ള സയന്റിഫിക് ടേംസ് മാത്രമല്ലാതെ ആ എന്താണോ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതെ, അതന്നെയാണ് ഞങ്ങളുടെ അപ്രോച്ചും.